ഹരേ കൃഷ്ണ. എന്താണ്? യദ്യത് വിഭൂതി മത് സത്വം ശ്രീമത് ഊർജിതം ഏവവ തത്തത് ഏവാവഗച്ഛത്വം മമ തേജോസ്മ സംഭവം. Know that all beautiful, glorious, and mighty creations spring from but a spark of my splendor. അപ്പൊ നമ്മൾ ഈ ഭൗതിക തലത്തിലും ആധ്യാത്മിക തലത്തിലും കാണുന്ന, ഇവിടെ എല്ലാ തലത്തിലും കാണുന്ന ഒരുപാട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില വിഭൂതികൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഐശ്വര്യം, ഓപ്പുലൻസസ്, അതേപോലെ ഗ്ലോറിയസ് ആയിട്ടുള്ളത് നമുക്ക് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത തരത്തിൽ ചില ആൾക്കാർ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ് ഭഗവാൻ പറയുന്നത്? ഇതെല്ലാം എൻ്റെ ഓപ്പുലൻസിന്റെ ഒരു ചെറിയ കണിക മാത്രമാണെന്ന് പറയുന്നു. Know that all beautiful, glorious, and mighty creations spring from but a spark of my splendor. ഒരു സ്പാർക്ക്, ഒരു കണിക, എൻ്റെ ആ എഫൾജൻസിന്റെ, എൻ്റെ ശക്തിയുടെ ചെറിയൊരു കണിക മാത്രമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു അത്ഭുതം. ചില ആൾക്കാർക്ക് നമ്മളെക്കാളും ഇപ്പൊ ഓപ്പുലൻസ് പറയുമ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട 6 ഓപ്പുലൻസസ് ആണ് അല്ലെ? എന്തൊക്കെയാണ്? ഓൾ ബ്യൂട്ടി, all strength, all knowledge, all renunciation, all fame, and what else? One more. എന്താണ് വിട്ടത്? വിരക്തി പറഞ്ഞോ? നോളജ് പറഞ്ഞു, വിരക്തി പറഞ്ഞു, ഫെയിം പറഞ്ഞു, ബ്യൂട്ടി പറഞ്ഞു. അല്ലായില്ലേ? 6 ഇല്ലേ? സൗന്ദര്യം, ശക്തി, സ്ട്രെങ്ത് പറഞ്ഞില്ല അവണ്. സ്ട്രെങ്ത്. ഓക്കെ. അപ്പൊ ഇത് 6 ഈ ആറ് ഐശ്വര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഇത് ഭഗവാനിൽ 100% ഉണ്ട്. അപ്പൊ നമ്മളുടെ ഇടയിൽ ഇപ്പൊ ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ ബ്യൂട്ടി, ഈ ബ്യൂട്ടി എവിടുന്നാ വരുന്നത്? ഭഗവാനിൽ നിന്ന്. അപ്പോൾ നമ്മളെക്കാട്ടിലും കൂടുതൽ ബ്യൂട്ടി ഉള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരെ ആദരിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു അല്ലേ? അതേപോലെ നമ്മളെക്കാട്ടിലും കൂടുതൽ സമ്പത്ത്, വെൽത്ത്, റിച്ച്നെസ് അതുണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരോട് ആകർഷിക്കപ്പെടുന്നു. അതേപോലെ പവർ, നോളേജ്, റെനൗൺസിയേഷൻ, ഇതൊക്കെ ഏത് വ്യക്തിയിലാണ് കൂടുതൽ കാണുന്നത് അവർ നമ്മൾ ആദരവോടെ കാണുന്നു. അവരെ നമ്മൾ അത്രയും ഒരു വലിയ പൊസിഷനിൽ ഇരുന്നു. കാരണം നമുക്കില്ലാത്ത അവർക്കുണ്ട്. അപ്പൊ ഇതെന്താ ഭഗവാന്? ഇതെല്ലാം, ഈ വിഭൂതികളെല്ലാം എൻ്റെ ആ സ്പ്ലെൻഡറിന്റെ എന്താണ് ഒരു അംശം. സ്പ്ലെൻഡർ പറഞ്ഞ തേജസ്, ആ തേജസിന്റെ ചെറിയ ഒരു അംശം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഭഗവാൻ എന്നാണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് 2 തരത്തിൽ വരാം. ഈ സ്പ്ലെൻഡർ ഭഗവാൻ അവർക്ക് കർമ്മബലം കൊണ്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഭൗതിക തലത്തിലുള്ള ആ സ്പ്ലെൻഡറൊക്കെ കർമ്മബലം കൊണ്ട് കിട്ടും. ശുദ്ധ ഭക്തനാണെങ്കിൽ ഭഗവാൻ അതില് തൻ്റെ വിഭൂതി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മള് 6 തരത്തിലുള്ള ഇൻകാർണേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? യുഗാവതാരം, പുരുഷാവതാരം, മന്വന്തരാവതാരം, ലീലാവതാരം, ശക്തിയാവേശ അവതാരം, ഗുണാവതാരം അല്ലെ? 6 തരത്തിലുള്ള അവതാരങ്ങളുണ്ട്. ഒരു അവതാരം ശക്തി ആവേശ അവതാരം. ശക്തി ആവേശ അവതാരത്തില് ഡയറക്റ്റ് എംപവർമെന്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് എംപവർമെന്റ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് എംപവർമെന്റ് അത് ഏതിലേക്കാണ് വരുന്നത്? പരശുരാമൻ, വ്യാസൻ, സനത് കുമാർ, നാരദ മഹർഷി, ഋതുമഹാരാജ്, ഇതൊക്കെ ഡയറക്റ്റ് എംപവർമെന്റ് ആണ്. അവരൊക്കെ ശക്തി ആവേശവാദനം, ഡയറക്ട്ലി എംപവേർഡ്. ഭഗവാൻ ഒരു പെർട്ടിക്കുലർ മിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? എംപവർ ചെയ്യുന്നൊരു. നാരദ മഹർഷി എന്ത് എംപവർമെന്റ് ആണ് ചെയ്യുന്നത് ഭഗവാൻ? ഡിവോഷണൽ സർവീസ്. അപ്പൊ അതിൽ നിപുണനാണ്. അതെന്തുകൊണ്ടാണ്? നാരദ മഹർഷി ഒരു ശുദ്ധ ഭക്തനാണ്. അപ്പോ നാരദ മഹർഷിയിലൂടെ നമുക്ക് എന്താണ് ഡിവോഷണൽ സർവീസ് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ആ വിഭൂതി അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പരശുരാമൻ വാരിയർ, ഷിവൽഡ്രസ്, വീര്യം. അപ്പൊ എങ്ങനെ അസുരന്മാരായിട്ടുള്ള
രാജാക്കന്മാരെ ഒരു പരസ്യമുണ്ട്. നമ്മൾ പിക്ചറിൽ വലിയ വലിയ ഹോളിവുഡ് ബോളിവുഡ് പിക്ചറിലൊക്കെ കാണും ഒരാള് 10-100 ആൾക്കാരെയൊക്കെ അടിച്ച് നിരപ്പാക്കുന്നത്. അതെല്ലാം സാധിക്കുന്ന കാര്യമല്ല. പിക്ചറിൽ കാണാൻ കൊള്ളാം, ഇത് നടക്കുന്നല്ല, നല്ല ക്യാമറ ട്രിക്കും മറ്റും മറിച്ചാണ്. പക്ഷേ ഈ പരശുരാമൻ എത്രയോ 21 ജനറേഷൻ അസുര രാജാക്കന്മാരെയാണ് ഒരു പരശു കൊണ്ട് ഇതാക്കിയത്. അത് സാധിക്കുന്ന കാര്യം, അത് ശരിക്കും നടന്ന കാര്യമാണ്. പിക്ചറിൽ കാണുന്ന കാര്യം ശരിക്കും നടന്നല്ല, പറ്റൂല ഒരാൾക്ക് അങ്ങനെ. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് സാധിച്ചത്? ഭഗവാൻ തന്റെ വിഭൂതി ആ പെർട്ടിക്കുലർ ജീവാത്മാവില് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സനത് കുമാരന്മാര് എന്തിലാണ് നിപുണന്മാര്? സനത് കുമാരന്മാര് ഹരേ കൃഷ്ണ. പ്രഭുജി, അപ്പൊ വിഭൂതികൾ എത്ര തരണ്ട്? വിഭൂതി ഒന്ന്. ശക്തി ആവേശ അവതാരത്തില് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി. ഡയറക്ട്ലി ഞാൻ പറഞ്ഞത്, പിന്നെ മറ്റത് ഞാൻ പറഞ്ഞുതരാം ഇത് കഴിയട്ടെ. അപ്പോ സനത് കുമാരന്മാര് എന്താണ് അവരുടെ നിപുണത, അവരുടെ ഗ്രേറ്റ്നെസ്? ഭഗവാൻ എന്താണ് ജ്യോതിശാസ്ത്രം എന്തോ ശാസ്ത്രത്തിലല്ലേ? അല്ലല്ല, ജ്ഞാനം, നോളേജ്. അവര് ജ്ഞാനികളല്ലായിരുന്നു? ജ്ഞാനമാണ് അവർക്ക്, നോളേജ് ആണ്. ഭഗവാന്റെ ഒരു വിഭൂതി ഐശ്വര്യല്ലേ ജ്ഞാനം, നോളേജ്. അതാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ജ്ഞാനം കിട്ടുകൊണ്ടാണ് അവര് ഈ ഗൃഹസ്ഥാശ്രമത്തിൽ വരാതെ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്തിട്ട് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്. അപ്പൊ ജ്ഞാനം അല്ലെ, പരശുരാമന് ശക്തിയും വീര്യം കൊടുത്തു, നാരദ മഹർഷിക്ക് ഡിവോഷൻ സർവീസ് കൊടുത്തു. വ്യാസദേവൻ അതും ശക്തി ആവേശാവതാരമാണ്. ശക്തി ആവേശാവതാരമാണ് വ്യാസദേവനും. അദ്ദേഹത്തിന് ഈ എല്ലാ ശാസ്ത്രങ്ങളും കമ്പൈൽ ചെയ്യാൻ, ക്രമീകരിക്കാൻ, ക്രോഡീകരിക്കാനുള്ള ആ ഒരു വിഭൂതി കൊടുത്തു. കാരണം നമുക്ക് ശാസ്ത്രമില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മളുടെ ആധാരം എന്താണ്? ശാസ്ത്രമാണ് അല്ലെ. ഗുരു സാധു ശാസ്ത്രം. ഈ ഗുരു സാധുവും എന്തിനെ ആശ്രയിച്ചായിരിക്കുന്നത്? ശാസ്ത്രത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ഗുരു സാധു ശാസ്ത്രത്തിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളത് ശാസ്ത്രമാണ്. അപ്പൊ ശാസ്ത്രം തരാനുള്ള ആ കഴിവ്, ആ തേജസ് അല്ലെങ്കിൽ ആ ശക്തി, ആ വിഭൂതി വ്യാസദേവന് കൊടുത്തു. ഇവരെല്ലാം ജീവാത്മാക്കളാണ് കേട്ടോ. അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. ഇപ്പൊ ഒരു ഓഫീസില് ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്. ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ആ വ്യക്തിക്ക് ഒരു മാനേജർ പദവിയിൽ ഇരിക്കാനുള്ള, പ്രൊമോഷൻ കിട്ടാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്പനി അതിനെ കൺസിഡർ ചെയ്യുന്നിട്ട് ഈ മാനേജർ പോസ്റ്റ് കൊടുക്കും. അത് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. അതിനുള്ള വേണ്ട ട്രെയിനിങ്ങും അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഒക്കെ ആർജിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അവിടുന്ന് ക്ലറിക്കൽ ലെവലിൽ നിന്ന് മാനേജർ ആക്കിയിട്ട് പ്രൊമോഷൻ ചെയ്യും. അതേപോലെ ഏതൊരു ജീവാത്മാവിനാണോ പൂർണ്ണമായിട്ടുള്ള ഒരു കഴിവുള്ളത് ഭക്തി സേവനം ചെയ്തിട്ട്, അപ്പൊ അങ്ങനത്തെ ആ ഒരു ജീവാത്മാവിനെ ഈ വിഭൂതി ഭഗവാൻ കൊടുക്കും. എന്നിട്ട് ആ ജീവാത്മാവിലൂടെ മറ്റുള്ളവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പൊ ഓരോരുത്തരെയും ചൂസ് ചെയ്യും അവരുടെ യോഗ്യത അനുസരിച്ചിട്ട്. അപ്പൊ അത് ഭഗവാൻ ഡയറക്ട്ലി എംപവർ ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറി വിഭൂതി. ആ വിഭൂതി എന്ന് പറഞ്ഞാൽ അതും ജീവാത്മാക്കൾക്ക് ഒരു പെർട്ടിക്കുലർ മിഷന് വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ ശക്തി. അതിന് ഉദാഹരണം ഇൻഡയറക്ട്ലി പ്രഭുപാദർ. എൻ്റെ ഇത് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. പ്രഭുപാദർ ചെയ്ത 10-11 കൊല്ലം കൊണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങള്, ഡിവോഷണൽ ആക്ടിവിറ്റീസ്, 108 അമ്പലങ്ങൾ സ്ഥാപിക്കുക, 14 തവണ ഈ ലോകം മുഴുവൻ ചുറ്റുക, എത്രയോ ഡിവോട്ടീസിനെ കൾട്ടിവേറ്റ് ചെയ്യുക, ഒരുപാട് മീറ്റിംഗ് ചെയ്യുക, ഒരുപാട് ഇന്റർവ്യൂസ്, ഒരുപാട് ലെറ്റേഴ്സ്, തൻ്റെ ശിഷ്യന്മാരെ ബേസിക് ABC സ്ക്രാച്ച് മുതൽക്ക് ഡിവോഷൻ സർവീസിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഫാം കമ്മ്യൂണിറ്റീസ്, ബുക്ക് പ്രിന്റിങ് ആൻഡ് എഴുതുക, പ്രിന്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക, രഥയാത്ര, ഗോവിന്ദാസ് റെസ്റ്റോറൻറ്റ്, ലിറ്റിഗേഷൻ, ഇനി ഇല്ലാത്ത ഒന്നുമില്ല.
ഇത്രയും കാര്യങ്ങൾ 11 വർഷം കൊണ്ട് ഒരു സാധാരണ വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. അത് പറ്റണമെങ്കിൽ ഭഗവാന്റെ ആ വിഭൂതി ഉണ്ടായിരിക്കണം, ഭഗവാന്റെ എംപവർമെന്റ് ഉണ്ടായിരിക്കണം. സോ ഹി ഈസ് ആൾസോ വൺ ഓഫ് ദ ശക്തി. അങ്ങനെ ഒരുപാടുണ്ട് ശക്തി ആവേശ അവതാരാസ്. പക്ഷെ അത് ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്ട്ലി. അതായത് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം വിഭൂതി അത് ഭഗവാന്റെ എംപവർമെന്റ് ഉള്ളത് കൊണ്ടാണ് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ അനന്തമായിട്ടുള്ള ഇൻകാർണേഷൻസ് ഉണ്ട്. ഒന്നും രണ്ടെന്നല്ല പറയുന്നത്. നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ ബോധനയുണ്ട്, എണ്ണാൻ നിൽക്കണ്ടെന്ന് പറയുന്നത്. ഭഗവാന്റെ അവതാരങ്ങൾ, എത്ര അവതാരങ്ങൾ ഉണ്ടെന്ന് എണ്ണയാൽ നമുക്ക് തീരില്ല. നമ്മൾ കലികാലത്തിൽ എത്ര മിസ്റ്റേക്ക് ചെയ്യുന്നു, എത്ര തെറ്റുകൾ ചെയ്യുന്നു, അത് നമുക്ക് എണ്ണിയാ തീരില്ല. ഇത് രണ്ടും നമ്മൾ എണ്ണാൻ നിൽക്കണ്ടെന്ന് പറയുന്നത്. സമുദ്രതീരത്തിലെ തിരമാലകളെ നമുക്ക് എണ്ണാൻ പറ്റുമോ? നമ്മളിപ്പോ ബീച്ചിൽ പോയിട്ട് ബീച്ചിൽ പോയിട്ട് നിൽക്കുകയാണ്, നമ്മൾ എണ്ണാൻ തുടങ്ങുക തിരമാലകൾ വരുന്നത്. എണ്ണാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ നമ്മൾ ചെയ്യുന്ന കലികാലത്തിൽ എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ എണ്ണാൻ നിൽക്കണ്ട, ഭഗവാന്റെ അവതാരങ്ങൾ എണ്ണാൻ നിൽക്കണ്ട. അൺലിമിറ്റഡ് അനന്തമായിട്ടുള്ള അവതാരങ്ങൾ. എന്നാ പിന്നെ ഈ അവതാരങ്ങൾ വരുന്നത് ഈ ശക്തിയുള്ള എല്ലാവരും അവതാരങ്ങളാണോ? എല്ലാവരും അവതാരങ്ങളല്ല. ഭൗതിക തലത്തിൽ പല ശക്തികളും പ്രദർശിപ്പിക്കുന്ന ആൾക്കാരെ അവരുടെ കർമ്മഫലത്തിന്റെ ആധാരത്തിൽ അവർക്ക് ശക്തി കിട്ടുന്നു. ആധ്യാത്മിക തലത്തില് ഗുരു സാധുൻ ശാസ്ത്ര അതിനെ ഫോളോ ചെയ്യുന്ന അങ്ങനെ ശക്തിയുടെ വിഭൂതികളാണ് അവരൊക്കെ. അതാണ് ഇവിടെ പറയുന്നത് വിഭൂതിമത്. യത് വിഭൂതിമത് സത്വം. You know that all beautiful, glorious and mighty creation spring from but a spark of. ഇതെല്ലാം എൻ്റെ ഇതിന്റെ തേജസ്സിന്റെ ഒരു കണ്ണിക മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നത്. ഭഗവാനാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, പർവ്വതങ്ങളിൽ ഞാൻ ആരാകുന്നു? ഹിമാലയം, ഇമ്മൂവബിൾ. അതെന്താണ്? ഭഗവാന്റെ ഒരു വിഭൂതിയാണ്. ഇപ്പൊ മൃഗങ്ങളിൽ ഞാൻ ആരാകുന്നു? ലയൺ അല്ലേ? ലയൺ. അത്രയും ശൗര്യമുള്ള തല എടുത്ത് നിന്നാൽ ഏതൊരു മൃഗം മറ്റൊരു മൃഗം പേടിച്ച് ഒന്ന് പിന്നാക്കം മാറും അല്ലേ? അപ്പോ ഇതില് നദികളിൽ ഗംഗ, അങ്ങനെ ഇതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്. ഭഗവാനല്ല, ഭഗവാന്റെ വിഭൂതി. ഭഗവാൻ സർട്ടൻ എമൗണ്ട് ഓഫ് ഐശ്വര്യങ്ങള്, ഓപ്പുലൻസ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദെയർ ക്വാളിഫിക്കേഷൻ. അതാണ് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. ഇതെല്ലാം എൻ്റെ ആ തേജസ്സിന്റെ ചെറിയൊരു കണിക മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ. ഭാഗവതത്തില് പ്രഭുജി 8 തരം വിഭൂതികൾ ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ അതെന്താ 8 തരം എന്ന് വിചാരിച്ചു. എന്താണ് ഭാഗവതത്തില് 8 തരം വിഭൂതികൾ ഉണ്ട് ഭഗവാന്റെ. ഒരു ഈ അവതാരത്തില് ഈ 2 മെയിനായിട്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഈ 2 പറ്റി ഞാൻ പറഞ്ഞത്. ഒരുപാട് വിഭൂതികളുണ്ട് ഭഗവാന്. അപ്പൊ അതിന്റെ എല്ലാം അംശം ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഒരാൾക്ക് ഈ ഭഗവത്ഗീത എല്ലാ ശ്ലോകങ്ങളും 700 ശ്ലോകങ്ങളും ബൈഹാർട്ടായിട്ട് ചെല്ലാൻ പറ്റും. നമുക്ക് പറ്റുമോ? ഒരു 10 ശ്ലോകം തെറ്റാതെ എനിക്ക് ചെല്ലാൻ പറ്റില്ല. അതേ സമയത്ത് വേറൊരു വ്യക്തി 700 ശ്ലോകങ്ങളും തെറ്റാതെ അതിൻ്റെതായിട്ടുള്ള മീറ്ററിൽ അതിൻ്റെതായിട്ടുള്ള ആക്ഷനിൽ ചൊല്ലിയാൽ അതൊരു വിഭൂതിയല്ലേ? ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാക്കൂർ അദ്ദേഹത്തിനെ പറഞ്ഞിരിക്കുന്ന റേ ഓഫ് വിഷ്ണു, ഭഗവാന്റെ ഒരു സ്പാർക്കാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം 7ാമത്തെ വയസ്സിൽ 700 ശ്ലോകങ്ങളും ബൈഹാർട്ടാക്കി. അതേപോലെ ഭാഗവതം മറ്റുള്ള ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച്
അതിന് കമന്ററി കൊടുക്കാൻ തുടങ്ങി. ആർക്ക് സാധിക്കും? സാധാരണ വ്യക്തിക്ക് സാധിക്കുമോ? ഇതെല്ലാം അവരുടെ ഡിവോഷണൽ ക്രെഡിറ്റ്സിന്റെ ആധാരത്തിൽ കിട്ടുന്നതാണ്. നമുക്കും അതേപോലെ നമ്മുടെ ഒരു നല്ല കുട്ടിയായാൽ നമുക്കും ഇതേപോലെ ഈ ഐശ്വര്യങ്ങൾ ഭഗവാൻ തരും. ഹരിബോൾ മംഗളമാതാജി. ഓക്കെ, അപ്പോ അതേപോലെ നമുക്കും കിട്ടും. നമ്മള് അതിന് യോഗ്യത വേണം. അപ്പൊ നമുക്കൊരു ഓഫീസിലെ ഒരു പദവി, ഒരു പെർട്ടിക്കുലർ പദവി പോസ്റ്റിലേക്ക്, ഒരു തസ്തികയിലേക്ക് നമുക്ക് എന്താ പറയുക ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നമുക്ക് കിട്ടണം. അപ്പൊ നമ്മളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാർമിക് ബാഗേജോട് കൂടി വരുന്ന. അപ്പൊ ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരിക്കലും ഒരാളെ കമ്പയർ ചെയ്യേണ്ട. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഭഗവാന്റെ ആ വിഭൂതി, ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡിവോഷണൽ ആയിട്ടുള്ള എന്തൊരു കാര്യം നമ്മൾ കാണണമെങ്കിലും, ഇപ്പോൾ ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ പ്രഭുപാദ ഒന്നും ചെയ്യണ്ട. പ്രഭുപാദ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ദർശനം, ലമമാത്ര പ്രഭുപാദയെ കണ്ടാൽ മതി, ആൾക്കാർ പ്യൂരിഫൈ ആവും. ലമമാത്ര സാധുസംഘ. പ്രഭുപാന്റെ ഒരു വാക്കും കൂടിയും കേൾക്കണ്ട, ജസ്റ്റ് കാണുന്നുണ്ട. ഒരു ആചാര്യനെ കാണുമ്പോൾ തന്നെ നമ്മളുടെ ശുദ്ധീകരണം സംഭവിക്കും. എന്നിട്ട് ആ ആചാര്യന്റെ ടീച്ചിങ്സിനനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മളുടെ ഹൃദയത്തിൽ ഉടലെടുക്കും. അത് അവരുടെ വിഭൂതിയാണ്, അല്ലെ? എന്താണ് പറയാ, കരിഷ്മ. ഒരാളെ കാണുമ്പോൾ കരിഷ്മ, ഇമ്മീഡിയറ്റ്ലി വി ഗെറ്റ് അട്രാക്റ്റഡ് ടു ദം. ഇമ്മീഡിയറ്റ്ലി. അത് ഭഗവാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഭഗവാൻ കൊടുത്തിട്ടുള്ള ആ വിഭൂതിയാണത്. അങ്ങനെ ഒരുപാട് വിഭൂതികളുണ്ട്. അപ്പൊ ഇത് ഈ പെർട്ടിക്കുലർ അവതാരത്തിന്റെ ഞാൻ പറയും, ഇതെല്ലാം ജീവാത്മാക്കളാണ്. ഭഗവാന്റെ ആവശ്യമനുസരിച്ചിട്ട് അവരെ യൂസ് ചെയ്യുന്നു പെർട്ടിക്കുലർ മിഷന് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ഓക്കെ മാജി. ഈ വിഭൂതികളാണോ കടലിലെ തിരമാല പോലെ നേരത്തെ പറഞ്ഞു പ്രഭുജി? അല്ല, ഭഗവാന്റെ എല്ലാ അവതാരങ്ങളൊന്നും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. എത്രയോ അവതാരങ്ങളുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ കാണുന്നതിൽ എല്ലാവരും അവതാരം. നമ്മൾ എങ്ങനെ ഒരു അവതാരമാണെന്ന് അതിന് നമ്മൾ എന്താണ് ഫസ്റ്റ് ആദ്യത്തെ പോയിന്റ്, എങ്ങനെയാണ് ഒരു അവതാരത്തിന് മനസ്സിലാക്കേണ്ടത്? ആദ്യത്തെ പോയിന്റ്, ഒരു അവതാരവും ഞാൻ അവതാരമാണെന്ന് പറയില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഭഗവാന്റെ ഒരു അവതാരവും ഇറങ്ങി വന്നിട്ട് ഞാൻ അവതാരമാണെന്ന് ഡിക്ലെയർ ചെയ്യില്ല. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, അതിന്റെ ആധാരം ശാസ്ത്രം. ശാസ്ത്രത്തില് എന്താണ് ഒരു അവതാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യതകളെല്ലാം, ക്രൈറ്റീരിയകളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവതാരം കാണും. അപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം, ഓക്കെ, അത് നമ്മുടെ ശാസ്ത്രത്തില് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ചില സ്ഥലത്ത് തന്നിട്ടുണ്ട്. ഇത് ആര് പറയുന്നത് തരണം? ആചാര്യന്മാര് പറഞ്ഞു തരണം. കാരണം ആചാര്യന്മാര് അല്ലെങ്കിൽ ഗുരുജനങ്ങള് എന്തിന്റെ അടിസ്ഥാനത്തിലാന്ന് മനസ്സിലാക്കുക? ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരു യൂണിവേഴ്സ് മാത്രമല്ല, ഒരുപാട് യൂണിവേഴ്സസ് ഉണ്ട്. ഇവിടെ എല്ലാം ഭഗവാന്റെ ലീലകള്, എങ്ങനെ സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നവരെ നമുക്ക് സൂര്യൻ ഉണ്ടെന്നറിയാം. അസ്തമിച്ചാൽ സൂര്യൻ നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു. അപ്പൊ സൂര്യൻ ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? സൂര്യൻ അപ്പോഴും ഉണ്ട്, നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു മാത്രം. അപ്പോ അതേപോലെ ഭഗവാൻ എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു ലോകത്ത് ഭഗവാന്റെ ലീലകൾ നടക്കുക. നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു, അപ്പൊ വേറെ ലോകത്ത് പോയി അവിടെ ലീലകൾ വന്നു. അവിടുന്ന് സൂര്യൻ അസ്തമിച്ചു, വീണ്ടും പുതിയ സ്ഥലത്ത് ഉദിക്കുന്നു. അതേപോലെ ഭഗവാൻ വീണ്ടും വേറെ ലോകത്ത് അവതരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ലീലകള് എങ്ങനെ സൂര്യ ഉദയം അസ്തമയം പോലെ, ഇതേപോലെ ഭഗവാന്റെ ലീലകളും ഒരു പ്ലാനറ്റിൽ അല്ലെങ്കിൽ മറ്റു പ്ലാനറ്റിലെ ഒരു ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിലെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ അവതാരങ്ങൾക്ക്
നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അനന്തമായിട്ടുള്ള ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അവിടെ എല്ലാം ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ അവതാരങ്ങൾ നടക്കുന്നുണ്ട്. ഭഗവാൻ മനുഷ്യരൂപത്തിൽ മാത്രമല്ല വരുന്നത്, എല്ലാ സ്പീഷീസിലും ഭഗവാൻ അവതരിക്കുന്നുണ്ട് അല്ലേ? ഭഗവാൻ പർവ്വതമായിട്ട് വന്നിട്ടുണ്ട്, ഗോവർദ്ധൻ അല്ലേ? മത്സ്യമായിട്ട് വന്നിട്ടുണ്ട്, കൂർമ്മം, മാരാഹം എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഭഗവാന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഏത് രൂപത്തിലും ഏത് സ്ഥലത്തിലും ഭഗവാൻ അവതരിക്കാം. അതിന് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. നമുക്ക് നിയമം വെക്കാൻ പറ്റില്ല, ഭഗവാൻ ഇന്ന സ്ഥലത്തെ അവതരിക്കാൻ പറ്റൂ, ഭഗവാൻ ഇന്ന രൂപത്തിലെ അവതരിക്കാൻ പറ്റൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാന്റെ അനന്തമായിട്ടുള്ളതാണ്. ഈ ലോകത്തില്ലെങ്കിൽ വേറെ ലോകത്തെ, ഈ പ്ലാനറ്റിലെങ്കിൽ വേറെ പ്ലാനറ്റിലെ ഭഗവാന്റെ ആവശ്യപ്രകാരം ഭഗവാൻ വന്നും പോയിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ ബേസ് എടുക്കേണ്ട, അതിന്റെ അത് മനസ്സിലാക്കാൻ വെച്ചാൽ ഭഗവാൻ ഒരിക്കലും താൻ അവതാരമാണെന്ന് പറഞ്ഞിട്ടില്ല, പറയൂല. പിന്നെ ഇത് മനസ്സിലാക്കുന്നത് ശാസ്ത്രത്തിന്റെ ബേസിസിൽ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഭഗവാൻ അവതാരത്തിന് നമ്മൾ വിശ്വസിക്കാൻ പറ്റൂ. മറ്റു വേറെ ആൾ ഞാൻ അവതാരമാണ് പറഞ്ഞാൽ അതിന് ഒരിക്കലും ഒരു നല്ലൊരു ഡിവോട്ടി, ശുദ്ധ ഭക്തൻ വന്നിട്ട് ഞാനൊരു ശുദ്ധ ഭക്തനാന്ന് പറയൂ? ഒരിക്കലും പറയില്ല. ഞാൻ ഏറ്റവും താഴ്ന്ന ലെവലിലാന്ന് പറയുന്നത്. അതാണ് ശുദ്ധഭക്തന്റെ ശരിക്കുള്ളത്. ഏറ്റവും താഴ്ന്ന, കാരണം വെച്ചാൽ അവർക്ക് ആ അഹംഭാവം ഉണ്ടായിരിക്കില്ല, ഹ്യൂമിലിറ്റി ആയിരിക്കും അവർക്ക് കൂടുതൽ. മംഗളമാതാജി ഓക്കെ ആണോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത് നമുക്ക് ഇന്ന് ഏതാണ് ഫോർത്തിൽ ഏതാണ് ശ്ലോകം? ഹരേ കൃഷ്ണ 9 പ്രഭു. 4-9 ആ ഓക്കെ. മറ്റേതാ അവതരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകമല്ലേ? ജന്മകർമ്മച്ചമേ ദിവ്യം അല്ലേ? ഓക്കെ. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, 4-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകം. ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്താ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. ഹരേ കൃഷ്ണ. മംഗളമാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മ കർമ്മച്ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതാ त्यक्ता देहं पुनर्जन्म नैति मामेति सो अर्जुन. हरे कृष्ण. കൃഷ്ണ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മ കർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ त्यक्त्वा ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ജന്മ കർമ്മജ മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ त्यक्तो देहे पुनर्जन्म नैति मामेति सो अर्जुन. പ്രദീപ് പ്രഭു. हरे कृष्ण प्रभु जी. ഹരേ കൃഷ്ണ. जन्म मे दिव्यम एवं यो वेति तत्त्वतः त्यक्त्वा देहം പുനർജന്മ തിമാമേതി സ്വർജുന. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. വിവർത്തനം. ഹരേ കൃഷ്ണ. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എന്റെ ലോകത്തിൽ എത്തുന്നു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. One who knows the transcendental nature of my appearance and activities does not, upon leaving the body, take his birth again in this material world, but attains my eternal abode, O Arjuna. ഏതൊരു വ്യക്തിയാണോ, ഏതൊരു ഭക്തനാണോ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള
തലം, ദിവ്യമായിട്ടുള്ള നേച്ചർ, ട്രാൻസൽ നേച്ചർ, അതീന്ദ്രമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കുന്നത്. ആ ജന്മം, ഭഗവാൻ ജനിക്കുന്നില്ല, പക്ഷേ എങ്കിലും ഇവിടെ അവതരിക്കുന്നു. ആ അവതാരത്തെ പറ്റിയിട്ടും ലീലകളെ പറ്റിയിട്ടും മനസ്സിലാക്കുന്നത് അവർക്ക് ഈ ഭൗതിക ലോകത്തില് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല, ഭഗവാന്റെ ആ ധാമത്തിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് യം യം വാപി സ്മരൻ ഭാവം ത്യജതന്തേ കലൈവരം തം തം ഏവൈതി കൗന്ദയ തഥാ സദ്ഭാവഭാവം. ഏതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് നമ്മളുടെ ദേഹം വെടിയുന്ന സമയത്ത് ഉണ്ടാകുന്നത്, അത് നമുക്ക് അറ്റൈൻ ചെയ്യും. അപ്പൊ നമ്മൾ ഭഗവാനെ സ്മരിച്ചിട്ടാണെങ്കിൽ ഭഗവാൻ ആവുമോ? ഭഗവാനാവില്ല. ഭഗവാന്റെ ധാമിൽ പോകാൻ പറ്റും. ഒരു കോക്രോച്ചിനെ സ്മരിച്ചിട്ടാണ് നമ്മൾ ദേഹം വെടിയെങ്കിൽ കോക്രോച്ച് ആവും. ഒരു ഡിയർ എന്ന് പറഞ്ഞാൽ മാൻ, ഒരു മാനിനെ ഓർത്തിട്ടാണ് നമ്മൾ മരിക്കുന്ന. ഭാരത മഹാരാജാവിനെ പറ്റിയ പോലെ അടുത്ത ജന്മം എന്താവും? ഒരു മാനാവും. സ്ത്രീ ആസക്തി അല്ലെങ്കിൽ പുരുഷന്റെ ആസക്തിയിലാണ് നമ്മൾ മരിച്ചിരിക്കുന്നത്. പുരുഷൻ സ്ത്രീ ആവാം, സ്ത്രീ പുരുഷനാവാം. ടു മച്ച് ഓഫ് അറ്റാച്ച്മെന്റ് മെയിൽ ഫീമെയിൽ. ഓക്കെ, അപ്പൊ തന്നെ ആ ഒരു ആസക്തിയോടുകൂടി ആ ഒരു സ്മരണ നമ്മള് ദേഹം വെടിയുന്ന സമയത്തുണ്ടെങ്കിൽ അത് നമ്മളാവും. ധനത്തിനോടുള്ള ആസക്തിയാണെങ്കിൽ ഒരു ധനികന്റെ വീട്ടിൽ നമ്മൾ ജനിക്കും. അങ്ങനെ അപ്പൊ അതാണ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മൾ ഭഗവാനെ സ്മരിച്ച് നമ്മൾ ദേഹം വെടിയാണെങ്കിൽ ഭഗവാനാവില്ല. അത് തെറ്റിദ്ധരിക്കേണ്ട. എന്തായാലും ഭഗവാൻ ഒരിക്കലാവില്ല. ഓക്കെ, പക്ഷെ ഭഗവാന്റെ ധാമില്, ഭഗവാന്റെ പാതാരബന്ധത്തില് ഭഗവാന്റെ സേവനം ചെയ്ത് നമ്മള് ഭഗവാന്റെ നിത്യലീലകളിലെ പങ്കാളിയായിട്ട് ആസ്വദിച്ച് ജീവിക്കാം. ഭഗവാൻ പറയുന്നത് എന്തിനാ ഇവിടെ ഈ ഭൗതിക ലോകത്തില് ഇങ്ങനെ വിഷമിക്കുന്ന, ഇങ്ങനെ ക്ലേശങ്ങളായിരിക്കുന്നത്? വരൂ, എൻ്റെ കൂടെ കൂടൂ. ആനന്ദമയം ആനന്ദമയം ആനന്ദമയം. കണ്ടോ, ഗോപന്മാരും ഗോപിമാരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇതുമില്ല, ഒരു ആങ്സൈറ്റി ഇല്ല, എപ്പോഴും കളി തന്നെ. അവിടെ ജോലിയൊന്നുമില്ല. നമുക്കിവിടെ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പൈസ കിട്ടില്ല, പൈസ കിട്ടില്ലെങ്കിൽ ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അവിടെ ഒരു ജോലിയില്ല, വെറും ആസ്വാദനം മാത്രമേ ഉള്ളൂ. കളിക്കുക കളിക്കുക കളിക്കുക. ഗോപന്മാർക്ക് വേറെ വല്ലതുണ്ടോ? ഗോപികമാർക്ക് വേറെ വല്ലതുണ്ടോ? ബ്രജവാസികൾക്ക് വേറെ വല്ലതുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ബി പാർട്ട് ഓഫ് മൈ എൻടോറേജ്. എൻ്റെ കൂടെ വന്ന് കളിച്ചുകൊണ്ടേ ഇരിക്കൂ. ഇത്ര ആസ്വാദനം വേറെ വഴിയുണ്ട്. എന്തിനാ ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത്? കം ബാക്ക് ടു മൈ എബോർഡ് എന്ന് ഭഗവാൻ മാടി മാടി വിളിക്കാണ്. നമ്മളെ വിളിക്കുന്നവരുടെ നമ്മൾ ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോ, ഞാൻ ഐ എം ഓക്കെ ഹിയർ. അപ്പൊ ആരോടെയും ചോദിക്കുക അവ ചോദിച്ചാൽ ഐ എം സൂപ്പർ ഫൈൻ പറയും. ആരെങ്കിലും സൂപ്പർ ഫൈൻ ഉണ്ട് ഇവിടെ? ഒരാളും ഇല്ല. അത് ഇവിടുന്ന് നാക്കിൽ വരുന്ന മറുപടിയാ, ഹൃദയത്തിൽ നിന്ന് വരുന്ന മറുപടിയല്ല. ഇത്ര പക്ഷെ എങ്കിലും നല്ലതാണ്. ഒരു പോസിറ്റീവ് അപ്രോച്ച്, ദാറ്റ്സ് റിയലി ഗുഡ്. പക്ഷേ ആക്ച്വലി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആരും സൂപ്പർ ഫൈൻ അല്ല. എല്ലാവർക്കും ഒരു തലത്തിലല്ലെങ്കിൽ മറ്റേ തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഭഗവാൻ നമ്മളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കം ആൻഡ് എൻജോയ് വിത്ത് മീ. ഇപ്പൊ കുട്ടികളെ, ഒരു കളിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളെ രാവിലെ വിട്ടാൽ വൈകുന്നേരം അച്ഛനും അമ്മയും വിളിച്ചാലും കൂടി തിരിച്ചു വരില്ല. അത്രയും ടോട്ടലി അബ്സോർബ്ഡ് ആണ് കളിയിൽ. ദേ ആർ എൻജോയിങ് ലൈക്ക് എനിത്തിങ് അല്ലെ? കുട്ടികളുടെ കമ്പനിയിലെ പലതും കളിച്ച്. അപ്പൊ അങ്ങനെയുള്ളൊരു ആസ്വാദനം ബാക്കിയെല്ലാം മറന്ന് അങ്ങനെ ജീവിതം വേണോ? അതോ ഇവിടെ ത്രിവിധ ക്ലേശങ്ങളിലൂടെ അതെല്ലാം അനുഭവിച്ച് ഇവിടെ ജീവിക്കണോ? വിച്ച് ഈസ് ഗുഡ്. ഈവൻ അവിടുത്തെ പശുക്കള്, മൃഗങ്ങള്, പക്ഷികള്, വൃക്ഷങ്ങള് എല്ലാം എൻജോയ് ചെയ്യാണ്. അവിടെ യാതൊരു ഇതുമില്ല. ഞാൻ പറഞ്ഞാൽ ഒരു ജോലി എടുക്കണ്ട. ഓക്കെ, ഒരു റെഗുലേഷൻസും ഇല്ല. ദ വേ യു വാണ്ട് യു ക്യാൻ എൻജോയ്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് നമ്മളെ ഭഗവാൻ ക്ഷണിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഭാഗവതം പറഞ്ഞ പോലെ നമ്മള് മന്ദ പറഞ്ഞാൽ എന്താണ്? ഡൾ, ഒന്നുമില്ല, ഫൂൾ, ലെസ് ഇന്റലിജന്റ്. സുമന്ത പറഞ്ഞ സൂപ്പർ ഫൂൾ, സൂപ്പർ ലേസി. അതാണ് സു പറഞ്ഞപ്പോ സൂപ്പർ. സൂപ്പർ ലെസ് ഇന്റലിജന്റ് ആൻഡ് ഉപദ്രത, ആൾവേസ് ഡിസ്റ്റർബ്ഡ്. ഇങ്ങനത്തെ സ്ഥലത്താണ് നമുക്ക് കൂടുതൽ താല്പര്യം. എന്താ ചെയ്യുക? ഭഗവാൻ വിചാരിച്ചാലും നിവൃത്തിയില്ല.
നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ഈ ലോകം, എസ്പെഷ്യലി കലിയുഗം എങ്ങനെയാണ്. തിരിച്ചു വരൂ, എൻ്റെ ധാമിലേക്ക് വരൂ, അവിടെ ഒരു ക്ലേശങ്ങളും ഇല്ല, എല്ലാം കൊണ്ടും നിങ്ങൾക്ക് സുഖമാണ്, ഒരു പ്രശ്നങ്ങളില്ല, ഒരു കഷ്ടപ്പാടുമില്ല. കം ആൻഡ് എൻജോയ് വിത്ത് മീ, ബട്ട് വി ആർ നോട്ട് റെഡി. എന്നാലും നമുക്ക് തലവേദന ഇല്ലാണ്ട് ഒരു ദിവസം പോയാൽ എങ്ങനെ സംഗതി നടന്നു. ഏതെങ്കിലും ഒരു ദിവസം പ്രശ്നങ്ങളില്ലാതെ നാം കടന്നു പോകുന്നുണ്ടോ? ആർക്കും, എത്ര വലിയ പണക്കാരനായിക്കോട്ടെ. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടാവോ ഒരു പ്രശ്നമില്ലാത്തൊരു ദിവസം? ഉണ്ടോ? ഇല്ലേ പ്രഭു? എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിനെ ഊതി വീർപ്പിച്ചിട്ട് അതിനെ വലുതാക്കിയിട്ട് ഒരു സൂചിച്ചിട്ട് പൊട്ടിക്കും. ഒരു കാര്യം ഉണ്ടാവില്ല, അതിലൊരു കഴമ്പുണ്ടായിരിക്കില്ല, പക്ഷെ അതിനെ വലുതാക്കും. പ്രശ്നമില്ലാത്ത സമയത്ത് എവിടുന്ന പ്രശ്നം വരുന്നതിലും നല്ല രീതിയിൽ പോവായിരിക്കും. അപ്പൊ ചെറിയ കാര്യത്തിനെ പറഞ്ഞ് അതിനെ ഊതി വീർപ്പിക്കും. അതാണ് ഭൗതിക ലോകം. അപ്പൊ ഇവിടുന്ന് നമുക്ക് തിരിച്ച് നമ്മുടെ സ്വധാമത്തിലേക്ക് പോവാം, where we originally belong to. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് ഭഗവാൻ പറയുന്നത്. വൺ ഹു നോസ് ദ ട്രാൻസെൻഡന്റ് നേച്ചർ ഓഫ് മൈ അപ്പിയറൻസ്. എൻ്റെ ആ അവതാരത്തെ പറ്റി മനസ്സിലാക്കുന്നതും എൻ്റെ ലീലകളെ പറ്റി മനസ്സിലാക്കുന്ന ആൾക്കാരും തിരിച്ച് ഈ മർത്യലോകത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളും അത് തത്വത്തിൽ മനസ്സിലാക്കണം. ജന്മ കർമ്മച്ചമേ ദിവ്യം ഏവം യോ വേദി തത്വതഃ. അത് നമ്മൾ ജസ്റ്റ് ഒരു ഉപരിതലത്തിൽ മനസ്സിലാക്കിയാൽ പോരാ, സർഫേസിൽ മനസ്സിലാക്കിയാൽ, തത്വത്തിൽ അത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളണം. അപ്പൊ നമ്മൾ ഒരാളുടെ ബർത്ത്ഡേക്ക് ഉള്ള സമയത്ത് നമ്മൾ ഈ ശ്ലോകം സാധാരണ ചൊല്ലും. അവരെ വിഷ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പ്രയർ എന്ന്, അത് ഒരിക്കലും ഇനി തിരിച്ച് ഈ മർത്യ ലോകത്തിലേക്ക് വരാതിരിക്കട്ടെ, ഇത് അവസാനത്തെ ജന്മമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ജന്മം കഴിഞ്ഞാൽ തിരിച്ച് ഭഗവാന്റെ അടുക്ക് പോട്ടെ, അവിടെ എപ്പോഴും സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ജീവിക്കാൻ ഒരവസരം കിട്ടട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ശ്ലോകം കൊണ്ട്. ഭഗവാൻ ഇത്രയും ഗ്യാരണ്ടിയാണ് പറയുന്നത് അല്ലേ? സോ ദ ലോർഡ്സ് ഡിസെന്റ് ഫ്രം ഹിസ് ട്രാൻസെൻഡന്റ് അബോർഡ് ഈസ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഇൻ ദാറ്റ് 6th verse. One who can understand the truth of the appearance of the personality of Godhead is already liberated from material bondage, and therefore he returns to the kingdom of God immediately after quitting this present material body. അപ്പോൾ ഇത് തത്വത്തിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഈ ശരീരം വെടിഞ്ഞ ഉടനെ ആധ്യാത്മിക ലോകത്തിലേക്ക് ഭഗവാന്റെ പക്കലേക്ക് പോകും. Such liberation of the living entity from material bondage is not at all easy. അത്ര സരളമായിട്ടുള്ളൊരു കാര്യമല്ല. അതിന് നമ്മൾ പ്രയത്നിക്കാനും വേണം. നമ്മൾ ഭൗതിക തലത്തിലുള്ള ആശകളെല്ലാം വെടിയണം. നമ്മൾ ഇപ്പോഴും ഇവിടെ എന്താണ്, നമുക്ക് വലിയ ബംഗ്ലാവ് വേണം, വലിയ കാറ് വേണം, അത് വേണം, ഇത് വേണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും ഭഗവാനിൽ നിന്ന് അകന്നു പോവാണെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഭഗവാന്റെ അടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൗതിക തലത്തിലുള്ള ആസക്തിയെല്ലാം മാറ്റിവെക്കണം, അതിനെ കുറയ്ക്കുകയാണ് വേണ്ടത്. Such liberation of the living entity from material bondage is not at all easy. The impersonalists and yogis attain liberation only after much trouble and many births. ഭഗവാൻ ഭഗവത്ഗീതയില് 12ാമത്തെ അധ്യായത്തില് അർജുനോട് പറയുന്നുണ്ട്, ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്ത ഹി ഗതിർ ദുഃഖം ദേഹോ അബ്ദിർ വാപ്യതി. ക്ലേശോ അധികതരസ്തേഷം, അത്ര അധികം ക്ലേശമാണ്. ആർക്ക്? മായാവത ഫിലോസഫി. അവ്യക്ത ആസക്ത ചേതസാം, അതായത് ഭഗവാൻ അവ്യക്തമാണ് എന്നുള്ള ഫിലോസഫി വെച്ച് പുലർത്തുന്ന ആൾക്കാർക്ക് വളരെ ക്ലേശമാണ് ഭഗവാൻ പ്രാപിക്കാൻ. അപ്പൊ അങ്ങനെ വളരെ ക്ലേശമാണെങ്കിൽ എന്തിനാ പാദം നോക്കും? അതേസമയം അതിൻ്റെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, ഏതൊരു വ്യക്തിയാണോ എൻ്റെ വ്യക്തമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഫോമിൽ ആരാധിക്കുന്നത്, അവരുടെ മനസ്സ് എന്നിൽ ഉറപ്പിക്കുന്നത്, ഐ ആം എ സ്വിഫ്റ്റ് ഡെലിവറർ ഫോർ ദം, അവരെ ഞാൻ ഇമ്മീഡിയറ്റ്ലി അവരെ മോക്ഷപ്രാപ്തി നൽകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു
പാത്ത്, ഇമ്പേഴ്സണൽ പാത്ത്, അവ്യക്തമായിട്ടുള്ള അതിനെ പ്രാർത്ഥിക്കുന്നത് വളരെ ക്ലേശം ആണ് പറയുന്നത്. അതിനെ ഇവിടെയും പറയുന്നത് the impersonalists and the yogis attain liberation only after much troubled and many births. എത്രയോ ജന്മങ്ങൾ എടുത്ത ശേഷമാണ് അവർക്ക് ഒരു ഭക്തനായിട്ട് തീരാൻ പറ്റും. അങ്ങനെ ഭക്തനായി മാത്രമേ അവർക്ക് ഭഗവത് പ്രാപ്തിയും കിട്ടുള്ളൂ. So even then the liberation they achieve merging into the impersonal Brahmajyoti of the Lord is only partial and there is the risk of returning to material. അപ്പൊ അങ്ങനെ അവർക്ക് ലിബറേഷൻ കിട്ടിയാൽ തന്നെ ആ ലിബറേഷൻ പാർഷ്യൽ ലിബറേഷൻ ആണ്. കാരണം there are every chances that they will come down again to this material world. വീണ്ടും അവര് ഈ ഭൗതിക ലോകത്തിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പാർഷ്യൽ എന്ന് പറയുന്നത്, കംപ്ലീറ്റ് അല്ല. റിസ്ക് ഓഫ് റിട്ടേണിംഗ് ടു ദിസ് മെറ്റീരിയൽ വേൾഡ്. ബട്ട് ദ ഡിവോട്ടി സിംപ്ലി ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ട്രാൻസെൻഡൽ നേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ലോർഡ് അറ്റൈൻസ് ദ അബോർഡ് ഓഫ് ദ ലോർഡ് after entering this body and does not run the risk of returning to this material world. പക്ഷേ അതേസമയം ഭക്തന്മാരെ ഈ തത്വം ഭഗവാന്റെ ലീലകയും ഭഗവാന്റെ അവതാരത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കിയാൽ അവര് തീർച്ചയായിട്ടും ഈ ജന്മത്തിന് ശേഷം തിരിച്ച് ഈ മധ്യ ലോകത്തിലേക്ക് വരില്ല എന്ന് ഗ്യാരണ്ടി പറയാണ് ഇവിടെ. നെവർ റിട്ടേൺ ടു ദിസ് മെറ്റീരിയൽ വേൾഡ്. ഇൻ ദ ബ്രഹ്മ സംഹിത 5.33 it is stated that Lord has many forms and incarnation. Advaidam Achyutam Anadim Anantarupam. Le Advaidam Achyutam Anadim Anantarupam. Bhagavane ഒരുപാട് രൂപങ്ങളുണ്ട്. many forms and incarnation. ആദ്യം പുരാണ പുരുഷം നവയൗവനം ച വേദേഷു ദുർലഭമദുർലഭമാത്മഭക്തോ ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. അപ്പൊ ഭഗവാൻ ഒരുപാട് ഫോംസ് ഉണ്ട്, ഒരുപാട് ഇൻകാർണേഷൻ. ഭഗവാന്റെ ഫോംസ് എക്സ്പാൻഷൻസ് എല്ലാം എവിടെയാണ്? വിത്തിൻ ദ സ്പിരിച്വൽ വേൾഡ്. ഇൻകാർണേഷൻസ് എവിടെയാണ്? ഭഗവാന്റെ ഇൻകാർണേഷൻ എവിടെ കാണാൻ പറ്റും നമുക്ക്? എവിടെയാണ്? മൗനം. ഭാഗവതര് കാണാം. മനസ്സിലായില്ല. അതായത് അവതാര പുരുഷന്മാരെ നമ്മൾ എവിടെ കാണാം? ഭൗതിക ലോകത്ത്. ഭൗതിക ലോകത്തിന് മാത്രമേ അവതാരമുള്ളൂ. ആധ്യാത്മിക ലോകത്തിൽ അവതാരം ഉണ്ടോ? അവതരണം എന്ന് പറഞ്ഞാൽ ഒരു ഹയർ റെൽമിൽ നിന്ന് ലോവർ റെൽമിലേക്ക് വരുന്നതാണ് അവതാരം. അവതരിക്കുക, അവരോഹ പന്ഥ അല്ലേ? ഹയർ ലെവലിൽ ലോവർ താഴേക്ക് ഇറങ്ങി വരിക, ലോവർ ലെവലിലേക്ക് വരുന്നതാണ്. അപ്പൊ അവിടെ ഹയർ ലെവലില് ആ ഭഗവാന്റെ എക്സ്പാൻഷൻ, ഭഗവാന്റെ നമുക്ക് അവതാരം എന്ന് പറയാൻ പറ്റില്ല. ഭഗവാന്റെ എക്സ്പാൻഷൻ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയാൻ പറ്റും, വിസ്താരം എന്നൊക്കെ പറയാം. പക്ഷെ അവതരണം എവിടേക്കാണ്? ആധ്യാത്മിക ലോകത്ത് നിന്ന് ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ അവതാരം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങള് പല പല ഫോംസിലും, അത് മനുഷ്യ ഫോമിൽ മാത്രമല്ല, പലതരത്തിലുള്ള അതിൽ മൃഗങ്ങളുടെ ഉണ്ടായിരിക്കും, പക്ഷികളുടെ ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം അവതാരങ്ങൾ, അതെല്ലാം ഭൗതിക ലോകത്തിലേക്കാണ്. അങ്ങനെ ഒരുപാട് അദ്വൈതം അച്യുതം അനാദിം അനന്തരൂപം. ആദ്യം പുരാണപുരുഷം നവയൗവനം ച. യെസ് മംഗളമാതാജി. അതെ പ്രഭുജി. അപ്പൊ പ്രഭുജി പറഞ്ഞില്ലേ വിസ്തരണം, അത് വൈകുണ്ഠത്തിലാണോ? വൈകുണ്ഠത്തിലാണോ? ഭഗവാന്റെ വിസ്തരണങ്ങളെല്ലാം ആധ്യാത്മിക ലോകത്താണ്. അപ്പൊ ഈ ചതുർവ്യൂഹ ഭഗവാന്റെ എക്സ്പാൻഷൻസ് ആണ്. അവർ ഇവിടെയില്ല, ഇവിടെ അവർ ഇറങ്ങി വരുമ്പോ അതിനെ അവതാരം എന്ന് പറയും. അപ്പൊ പ്രഭുജി ഈ ആധ്യാത്മിക ലോകത്തിൽ തന്നെയാണല്ലോ ഗോലോകം വരുന്നത്. അപ്പൊ ഗോലോകത്തിലും ഉണ്ടോ അങ്ങനെ വിസ്തരണം? ഭഗവാൻ ഇഷ്ടം പോലെ വിസ്തരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ 1,00,000 ഗോപികമാരുണ്ടെങ്കിൽ 1,00,000 ഗോപികമാരുടെ കൂടിയും ഭഗവാനുണ്ട്. ഇവിടെ വൃന്ദാവനത്തിലെ 16,000 ദ്വാരകയിലെ 16,108 റാണി പത്നിമാരുണ്ടായിരുന്നു, പട്ടറാണിമാരുണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാൻ വിസ്തരിക്കാം. അപ്പൊ അതിനും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പാൻഷൻസ് ഉണ്ട്. എന്താണ് പ്രാഭവ
മാനിഫെസ്റ്റേഷൻ എക്സ്പാൻഷൻ, അതേപോലെ വൈഭവ എക്സ്പാൻഷൻ, പലതരത്തിലുണ്ട്. ഇതെല്ലാം ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്ന ശിക്ഷയിലുണ്ട് ഇതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് മറ്റൊരു ഗ്രന്ഥങ്ങളിലും കാണില്ല, ഈവൻ ഭാഗവതനും കൂടി കാണില്ല. ഇപ്പൊ രൂപ സനാതന ഗോസ്വാമിക്ക് കൊടുക്കുന്ന ശിക്ഷ, പിന്നെ മറ്റുള്ളവരായിട്ടുള്ള സംവാദത്തിലുള്ള ഈ ഡീറ്റെയിൽസ് ഒക്കെ വളരെ എലോബറേറ്റ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറഞ്ഞത്, സപ്പോസ് നമ്മുടെ വീട്ടില് പ്രളയം വന്നു, ഗ്രൗണ്ട് ഫ്ലോർ മുഴുവൻ വെള്ളത്തിലായി. ഓക്കെ, നമുക്ക് കുറച്ച് സാധനം വില പിടിച്ച സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാം ഫസ്റ്റ് ഫ്ലോറിലേക്ക്. നമ്മൾ എന്താണ്, ഒരു ഭക്തൻ എന്താ ചെയ്യുക, ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃതം, ഇതൊക്കെ നമുക്ക് കൊണ്ടുവന്ന വിലപ്പെട്ട സാധനങ്ങൾ അത് പിടിച്ച് മുകളിൽ പോയി, ഫസ്റ്റ് ഫ്ലോറിൽ പോയി. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിലേക്കും വെള്ളം വന്നു. അപ്പൊ ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, വെയിറ്റ് താങ്ങാൻ പറ്റില്ല, ആകെ പ്രശ്നം. അപ്പൊ യു ഹാവ് ടു ലെറ്റ് ഗോ സം ബുക്ക്. അപ്പൊ ആദ്യം ഞാൻ, അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി എന്താണ് പറഞ്ഞത്, ഞാൻ ഐ വിൽ ലെറ്റ് ഗോ ഭഗവത്ഗീത. എനിക്ക് ഈ പുസ്തകങ്ങളെല്ലാം വെച്ചിട്ട് നീന്താനോ അല്ലെങ്കിൽ അതിനെ സേഫായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ആദ്യം ഐ വിൽ ലെറ്റ് ഗോ ഭഗവത്ഗീത. എന്നിട്ടും എനിക്ക് ഇനിയും പറ്റില്ല, സെക്കൻഡ് ഞാൻ ഒരു പ്രയോറിറ്റി കൊടുക്കുക, ഐ വിൽ ലെറ്റ് ഗോ ശ്രീമദ് ഭാഗവതം. ഞാൻ അതിനും വിടും. അപ്പോഴും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും, ചൈതന്യ ചരിതാമൃതത്തിനെ പ്രൊട്ടക്ട് ചെയ്യാം. കാരണം ചൈതന്യ ചരിതാമൃതത്തിൽ ഭഗവത്ഗീതയുടെ ഭാഗവതം ഉണ്ട്. സി ദ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് അതിനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻ, അതിൽ കിട്ടുന്ന ഡീറ്റെയിൽസ്, അത് മറ്റു രണ്ടെണ്ണത്തിലില്ല കംപ്ലീറ്റ് ആയിട്ട്. പക്ഷേ ഭഗവത്ഗീതയിലും ഭാഗവതയിലും അതിൻ്റെ തത്വങ്ങളും ആദർശങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലും കൂടി ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ചൈതന്യ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങളുണ്ട്, അദ്വൈതം, അച്യുതം, അനാദിം, അനന്തരൂപം. Although there are many transcendental forms of the Lord, they are still one and the same Supreme Personality of Godhead. ഒരുപാട് എക്സ്പാൻഷൻസ് ഉണ്ട്, അതെല്ലാം ഭഗവാന്റെ തന്നെ ഫോമാണ്. പക്ഷേ ആ എക്സ്പാൻഷൻസ് എല്ലാം എന്താണോ എക്സിബിറ്റ് ചെയ്യേണ്ടത് അത് മാത്രമേ എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ. പൊട്ടൻസി ഉണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ ആ സ്വരൂപം, അതിനെ സ്വരൂപം എന്ന് പറയാം. ആ സ്വരൂപം എല്ലാം എക്സിബിറ്റ് ചെയ്യും, ബാക്കി എക്സ്പാൻഷൻസ് എല്ലാം ചെയ്യില്ല, ആവശ്യത്തിനനുസരിച്ച് മാത്രം. പക്ഷെ അതിൽ പൊട്ടൻസി ഇല്ലേ? പൊട്ടൻസി ഉണ്ട്. They are still one and the same personality of Godhead. One has to understand this fact with conviction. ഇത് നമ്മൾ അത്രയും കൺവിക്ഷനോടുകൂടി മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ തലത്തിൽ ജീവിക്കാൻ പറ്റൂ. കൺവിക്ഷൻ വേണം, ഫേം കൺവിക്ഷൻ. അതായത് ഭഗവാൻ കൃഷ്ണനല്ലാണ്ട് നമ്മളെ സംരക്ഷിക്കാൻ വേറൊരാളില്ല എന്ന് ഉള്ള ആ ഒരു അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം, കൺവിക്ഷൻ. Although it is incomprehensible, അത് നമുക്ക് മനസ്സിലാക്കുന്നതിനേക്കാളും എത്രയോ അപ്പുറത്താണ്, എങ്കിലും നമ്മൾ ഈ കൺവിക്ഷൻ വേണം. ഇത് എങ്ങനെ നടക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ ഐ എം ഷുവർ, എനിക്ക് ഉറപ്പാണ് എന്നെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്ന ഭഗവാൻ മാത്രമാണെന്നല്ല, ആ ഒരു കൺവിക്ഷൻ, ഇതാണ് നമുക്ക് വേണ്ടത്. അയ്യോ, ഭഗവാൻ വരുമോ വരില്ലേ? അനന്താചാര്യ ഒരു ഭക്തനുണ്ടായിരുന്നു, അനന്താചാര്യ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഈ ശ്ലോകം, ഭഗവത്ഗീതയിലത്തെ ഈ ശ്ലോകം കേട്ടു, അനന്യശ്ചിന്തയന്തോ മാം ഏ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യം. അതായത് ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, പേഴ്സണലി വന്ന് പ്രൊട്ടക്ട് ചെയ്യും, നമുക്കുള്ളത് അവിടെ പ്രിസർവ് ചെയ്യും, നമുക്ക് ഇല്ലാത്ത തരും. അപ്പൊ അദ്ദേഹത്തിന് സംശയം, ഇതെങ്ങനെ നടക്കും? ഭഗവാൻ നമ്മളെ വന്ന് പേഴ്സണലി പ്രൊട്ടക്ട് ചെയ്യേ, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? നോ, സംതിങ് റോങ് ഇൻ ദിസ്. അപ്പൊ അത് അദ്ദേഹം കട്ട് ചെയ്തു. ഈ ശ്ലോകത്തില് ഇത് ശരിയല്ല, എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, എന്തോ ഒരു അപാകതയുണ്ട്. ഭക്തനാണ്, ഇത് നടക്കില്ലേ, ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ലേ ഭഗവാൻ നമ്മളെ വന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെ യോഗക്ഷേമം മഹാമ്യഹം എന്നുള്ള ലൈനെ കട്ട് ചെയ്തു. അപ്പൊ ഒരു ദിവസം തൻ്റെ വീട്ടിലേക്ക് 2 പയ്യന്മാർ വന്നു. അപ്പൊ അവര് പാവങ്ങളാണ്,
അവർക്ക് വീട്ടില് ഭക്ഷണം വെക്കാനുള്ള സാമഗ്രികള്, അതായത് അരി, മറ്റുള്ള കാര്യങ്ങളും അതേപോലെ പച്ചക്കറികളൊന്നും അത്ര ഇതില്ല, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പാവങ്ങളാണ്, അത്രയും പാവങ്ങളാണ്, പക്ഷെ നല്ല ഭക്തരാണ്. അപ്പൊ തൻ്റെ പത്നി ബുദ്ധിമുട്ടാണ് ടു മീറ്റ് ദ ടു എൻഡ്സ്, അതായത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ, അവരുടെ വീട്ടിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് 2 കുട്ടികൾ വരാണ്. വന്നപ്പോ വീട്ടിൽ ആരാണ്? പത്നിയാണ്. ഈ അദ്ദേഹമില്ല, അനന്താചാര്യനില്ല. അപ്പൊ ഈ കുട്ടികളെ തോളത്ത് ഭയങ്കര ഹെവി ആയിട്ടുള്ള വളരെ ഭാരമുള്ള ചാക്കാണ് 2 പേരും. ഓക്കെ, ഒരാളും ഇവിടെ ചാക്കിൽ മുഴുവൻ പച്ചക്കറി, മറ്റേ ചാക്കിൽ മുഴുവൻ അരിയും പരിപ്പും മറ്റുള്ള സാധനങ്ങളെല്ലാം കൂടിയിട്ട് അത് അവിടെ കൊടുത്ത് വളരെ ക്ഷീണിച്ചിട്ട് അവിടെ കൊടുത്തു. അമ്മേ, നിങ്ങൾ അവിടേക്കെല്ലാണ് പറഞ്ഞിട്ട് എൻ്റെ എന്താ പറയുക മാതാപിതാക്കൾ ഇവിടെ തുറന്നു തരാൻ പറഞ്ഞു. അല്ല എൻ്റെ മാതാപിതാ എൻ്റെ മാസ്റ്റർ ഞങ്ങളുടെ മാസ്റ്റർ ഇത് ഇവിടെ കൊണ്ടു തരാൻ പറഞ്ഞിട്ട് അവിടെ കൊണ്ടു കൊടുത്തു. അപ്പോൾ അമ്മ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആരാ നിങ്ങളെ പറഞ്ഞയച്ചത്? ഞങ്ങളുടെ മുതലാളിയാണ് പറഞ്ഞയച്ചത്. അപ്പൊ ഇതിവിടെ കൊടന്നിട്ട് ഉടനെ ചെന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ചീത്ത പറയും, വഴക്ക് പറയും, അടി കിട്ടും. അല്ല, അങ്ങനെ പോകാൻ പറ്റില്ല, നിങ്ങളിത് ഇരിക്കും, നിങ്ങൾക്ക് ഞാൻ ഭോഗം ഉണ്ടാക്കിയിട്ട് പ്രസാദം ഓഫർ ചെയ്ത് നിങ്ങൾക്ക് തരാം, എന്നിട്ട് കഴിച്ചിട്ട് പോയാൽ മതി. ഇല്ലില്ല, ഞങ്ങളുടെ മുതലാളി ചീത്ത പറയും, ഞങ്ങൾക്ക് ഉടനെ പോകണം. ഇല്ല, എന്ന് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി കൊടുന്നാണ്, നിങ്ങൾക്ക് പ്രസാദം നന്നായിട്ട് വിടും. അപ്പോൾ ശരി, എന്നാ പ്രസാദം കഴിഞ്ഞാൽ കഴിച്ചിട്ട് പോകുന്നുണ്ട്. അവര് അതെല്ലാം ഓഫർ ചെയ്ത്, ഭഗവാൻ ഓഫർ ചെയ്ത് പ്രസാദം കൊടുത്തു. അവർ പോകുന്ന സമയത്ത് ഇവരുടെ ബാക്ക് നോക്കി 2 പേരടി നിറച്ചും ചാട്ടവാറുകൊണ്ട് അടിച്ച പാടാണ്. അയ്യോ, അവർക്ക് ഭയങ്കര വിഷമം തോന്നി. ആരാണ് നിങ്ങൾ ഇത്രയും ക്രൂരകൃത്യം ചെയ്തത്? ഇത്ര കുഞ്ഞു കുട്ടികളെ ഈ ചാട്ടവാറുകൊണ്ട് ആരടിച്ച്? അത് ഞങ്ങളുടെ മാസ്റ്ററാണ്. കാരണം ഇത് ഞങ്ങൾ പറഞ്ഞു, ഇത്രയും വലിയ ചാക്ക് ഏറ്റിക്കൊണ്ടുപോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ അടിച്ചു. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ജബർദസ്തി എടുപ്പിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചു പറഞ്ഞു. അയ്യോ, ഭയങ്കര ഇതായല്ലോ, എന്നിട്ട് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ അവർ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അനന്താചാര്യം വന്നു. അനന്താചാര്യം വന്നപ്പോൾ ഇവിടെ എല്ലാം വിഭവസമൃദ്ധമായിട്ടുള്ള പ്രസാദമൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇത് ഇവിടുന്ന് ഇത്രയും ദിവസം ഇല്ലാത്ത എവിടുന്ന് കിട്ടി, എങ്ങനെ? അപ്പൊ ഈ കഥ മുഴുവൻ പറഞ്ഞപ്പോ ഈ അനന്താചാര്യക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം. ഉടനെ റൂമിൽ പോയി നോക്കി, തന്റെ ഭഗവത്ഗീതയിലെ ആ വെട്ടിതെല്ലാം മാറ്റിയിട്ട് അതേ പഴയ പോലെ ഇരിക്കുന്നു. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യം എന്നുണ്ട് അദ്ദേഹം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ ഭഗവാൻ നമ്മളെ പേഴ്സണലായിട്ട് പ്രൊട്ടക്ട് ചെയ്യും? അപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഭഗവാൻ സ്വയം കൃഷ്ണ ബലരാമൻ വന്നിട്ട് കാണിച്ചു തരുന്നു. ഞാൻ പേഴ്സണലായിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് അവിടെ തെളിയിച്ചു. ഓക്കെ, അപ്പൊ ആ കൺവിക്ഷൻ നമുക്ക് വേണം. ഭഗവാൻ നമ്മളെ എപ്പോഴും സംരക്ഷിക്കും. അവശ്യ രക്ഷിപേ കൃഷ്ണ. ഓക്കെ, അതായത് ഇതില് ശരണാഗതി, 6 ശരണാഗതിയില് ഒന്നെന്താണ്? അവശ്യ രക്ഷിപേ കൃഷ്ണ. കൃഷ്ണൻ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കും. ദ്രൗപദി രക്ഷിച്ചത് ആരാണ്? കൃഷ്ണനാമം അല്ലേ? അജാമിളെ രക്ഷിച്ചതാണ് കൃഷ്ണനാമം. അപ്പൊ കൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ വന്ന് നമ്മളെ രക്ഷിക്കും. പേഴ്സണലി കൃഷ്ണന്റെ, അതായത് ശംഖ്, ചക്ര, ഗദ, പത്മ നേരിട്ട് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് എന്താ പറയാ പീലിയൊക്കെ വെച്ചിട്ടുള്ള ആ കൃഷ്ണൻ മരണം നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ തെറ്റുപറ്റി. ഭഗവാൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. ഈ ഒരു കൺവിക്ഷനാണ് നമുക്ക് വേണ്ടത്. സോ ഓൾദോ ഇറ്റ് ഈസ് ഇൻകംപ്രിഹെൻസിബിൾ, നമുക്ക് മനസ്സിലാവില്ല, നമ്മളുടെ തലയുടെ മീതെ കൂടെ പോകും കാര്യങ്ങളൊക്കെ. ടു മണ്ടൈൻ സ്കോളേഴ്സ് ആൻഡ് എംപിരിക് ഫിലോസഫേഴ്സ്, സാധാരണ ആൾക്കാർക്ക് ഇത് തലയുടെ മീതെ കൂടെ പോകും, ബൗൺസർ. സോ ആസ് സ്റ്റേറ്റഡ് ഇൻ ദ വേദാസ്, പുരുഷ ബോധിനി ഉപനിഷത്ത്, ഏകോ ദേവോ നിത്യ ലീലാനുരക്തോ ഭക്തവ്യാപി ഹൃദി അന്തരാത്മാ. The one supreme personality of Godhead is eternally engaged in many transcendental forms in relationship with his unalloyed devotees. അപ്പൊ അതേ ഭഗവാൻ എറ്റേണലി ശാശ്വതമായിട്ട് തൻ്റെ ഭക്തന്മാരുടെ കൂടെ ലീലകൾ കളിക്കുകയാണ് ചെയ്യുന്നത്. അൺഅലോയ്ഡ് ഡിവോട്ടീസ്, അലോയ് എന്ന് പറഞ്ഞാൽ അറിയാം,
എന്താ മിക്സർ ഓഫ് ഡിഫറെന്റ് മെറ്റൽസ് അല്ലേ? അൺഅലോയ്ഡ് ഒരു മിക്സറും ഇല്ല. തങ്കം എന്ന് കേട്ടിട്ടില്ലേ? എന്താ തങ്കം എന്ന് പറഞ്ഞാൽ? 18 ക്യാരറ്റുള്ള, 22 ക്യാരറ്റുള്ള, 14 ക്യാരറ്റുള്ള, 24 ക്യാരറ്റ് തങ്കം, പ്യുവർ. അങ്ങനത്തെ ഭക്തന്മാരുടെ കാര്യം പറയുന്നത്. അനന്യ ചിന്ത, വേറൊരു ചിന്തയും പാടില്ല. ഓക്കെ, ഇന്ന് ഞാൻ ഗണപതിയെ പ്രാർത്ഥിക്കാം, നാളെ ഹനുമാനെ പ്രാർത്ഥിക്കാം, പിന്നെ ദേവിയെ, പിന്നെ ശിവനെ, പിന്നെ കൃഷ്ണനെ, പിന്നെ വിഷ്ണു, പിന്നെ ചന്ദ്രനെ, പിന്നെ വരനെ. അല്ല, അതെന്താണ്? അത് അന്യചിന്തയാണ്. ഇവിടെ ഭഗവാൻ നമ്മുടെ ആഗ്രഹിക്കുന്ന അനന്യചിന്ത. അപ്പോ ആ ഫേം കൺവിക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും വേണം. സോ ദിസ് വേദിക് വേർഷൻ ഈസ് കൺഫേംഡ് ഇൻ ദിസ് വേഴ്സ് ഓഫ് ദ ഗീത പേഴ്സണലി ബൈ ദ ലോർഡ്. Personally by the Lord. He who accepts this truth on the strength of the authority of the Vedas and the Supreme Personality of Godhead, and who does not waste time in philosophical speculations. Wait a minute. Who does not waste time in philosophical speculation attains the highest perfectional stage of liberation. Highest perfectional stage of liberation. Simply by accepting this truth on faith, one can without a doubt attain liberation. അപ്പോൾ ഈ ഫേം കൺവിക്ഷൻ, ഈ ഫെയ്ത്ത്, അതിന് ഉദാഹരണം നമുക്ക് ആരുടെ സ്റ്റോറി പറയാം? ദുന്ദുകാരി ഗോകർണന്റെ, അല്ലേ? അറിയില്ലേ? ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നത് ഗോകർണൻ സപ്താഹം അറേഞ്ച് ചെയ്തു. ദുന്ദുകാരി ഗോസ്റ്റ് ഫോമിലാണ്, ശരീരം കിട്ടിയിട്ടില്ല, അതിന് മുക്തി വേണം. അറിയില്ലേ? അപ്പോൾ ഓരോ ദിവസത്തെ ആ ഭാഗവതം കഴിയുമ്പോഴും സപ്താഹം, ആ ഓരോ മുളയുടെ ഓരോ നോട്ട് ഇങ്ങനെ പൊട്ടും. അവസാനം 7 ദിവസം കഴിഞ്ഞപ്പോൾ ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടി. അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന മറ്റ് ഭക്തന്മാർ ചോദിക്കുകയാണ്, അതായത് ഞങ്ങളും ദുന്ദുകാരിയെ പോലെ ഈ 7 ദിവസം ഭാഗവത ശ്രവണം ചെയ്തു, പക്ഷെ അദ്ദേഹത്തിന് മാത്രം മുക്തി കിട്ടി, ഞങ്ങൾക്ക് എന്തുകൊണ്ട് മുക്തി കിട്ടിയില്ല? എന്താണ് കാരണം? അവര് മനനം ചെയ്യരുത്. അവരുടെ ബന്ധുകാരി ഇത് മുഴുവൻ ചിന്തിച്ചു, അതെ, മനനം ചെയ്തിരുന്നു. അവരൊന്നും മനനം ചെയ്തില്ല, ടോട്ടലി ഫോക്കസ്ഡ് ആയിരുന്നു. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. മറ്റേവര് നമ്മളെപ്പോലെ, എന്നെപ്പോലെ, നമ്മളെപ്പോലെ എന്ന് പറയാം, എന്നെപ്പോലെ അവിടെയും ഇവിടെ എന്തെങ്കിലും കേൾക്കും. ഫോക്കസ് അല്ല, ഫേം കൺവിക്ഷൻ ഇല്ല, ആ ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അവർക്ക് ലിബറേഷൻ കിട്ടിയില്ല. ഇത് തന്നെ രാമാനുജാചാര്യൻ തന്റെ ഭക്തന്മാരോട് പറഞ്ഞു. രാമാനുജാചാര്യര് എവിടെയത്? ശ്രീരംഗത്താണ്. എവിടെയെന്ന് മാതാജി? ശ്രീരംഗത്തല്ലേ? മത്സ്യങ്ങൾക്ക് പ്രസാദം കൊടുത്തു. അവരെല്ലാം 400 വിഷ്ണു ഫോമായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി, വൈഷ്ണവരായി. ബാക്കി ശിഷ്യന്മാരൊക്കെ അതേപോലെ നിൽക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടിയില്ല? അവരുടെ ആ തലയിലെ യാതൊരു ഒരു കണ്ടാമിനേഷനും ഇല്ല. അവർക്ക് ഇമ്മീഡിയറ്റ്ലി പ്രസാദം അതിന്റെ ഫലം കാണിച്ചു. നമ്മുടെ ഇപ്പോഴും ആ ഒരു ഫേം കൺവിക്ഷൻ വന്നിട്ടില്ല, ഭഗവാൻ ഇത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ അതാണ് ഇവിടെ കൺവിക്ഷന്റെ ഒരു മഹത്വം. ഫേം കൺവിക്ഷൻ ആൻഡ് ardent faith. Simply by accepting this truth on faith, Shraddha, one can without a doubt attain liberation. The Vedic version Tattvamasi is actually applied in this case. Tattvam Asi. അത് ഞാനാകുന്നു. Anyone who understands Lord Krishna to be the supreme, or who says unto the Lord, you are the same supreme Brahman. Tattvamasi, you are the same supreme Brahman, the personality of Godhead. പക്ഷേ ഈ തത്വമസിയെ മായവാദ ഫിലോസഫി അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നു. തത്വമസി, ഐ ആം ദാറ്റ്, ഞാൻ അങ്ങനെയാവുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? യു ആർ ദ സെയിം സുപ്രീം ബ്രഹ്മൻ, ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. Certainly liberated
instantly, and consequently his entrance into the transcendental association of the Lord is guaranteed. In other words, such a faithful devotee of the Lord attains perfection, and this is confirmed by the following Vedic assertion. Tameva viditvat mrityumeti nanya pantha vidyate yanaya. One can attain the perfect stage of liberation from birth and death simply by knowing the Lord, Supreme Personality of Godhead, and there is no other way to achieve this perfection. അപ്പൊ ഈ പെർഫെക്ഷനിലെത്താൻ വേറെ ഒരു വഴിയില്ല. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലോ നാസ്തിയേവ 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 ഗതിർ അന്യഥ. ഗതിർ ഒരു ഗതിയില്ല, ഒരു വഴിയില്ല വേറെ. ഇത് ശ്വേതാസ്വതര ഉപനിഷത്ത് 3.8. That there is no alternative means that anyone who does not understand Lord Krishna as the Supreme Personality of Godhead is surely in the mode of ignorance, and consequently he will not attain salvation simply, so to speak, by licking the outer surface of the bottle of honey or by interpreting the Bhagavad Gita according to the mundane version. Beautiful analogy, beautiful example. Prabhupada ഓരോ ലൈനും പഞ്ചിങ് ലൈനാണ്. ഓക്കെ, simply by licking the outer surface of the bottle of the honey. തേന് കുപ്പിയിലുണ്ട്, ആ കുപ്പിയുടെ പുറത്ത് നമ്മള് ലിക്ക് ചെയ്താൽ നമുക്ക് ഹണി കിട്ടുമോ? അത് അടപ്പ് തുറന്ന് ഒരു സ്പൂണോ കയ്യിലൊക്കെ കഴിച്ച് കഴിക്കണം, സേവിക്കണം. അല്ലാണ്ട് കുപ്പിയുടെ പുറത്തിട്ട് ഇരുന്ന് ലിക്ക് ചെയ്താലും നമുക്ക് ഹണി കിട്ടില്ല. അതേപോലെ നമ്മുടെ അറിവില്ലാതെ നമ്മളുടെ ഈ ടൈനി ഇന്റലിജൻസ്, ടൈനി ബുദ്ധി ഉപയോഗിച്ചിട്ട്, ഇംപെർഫെക്റ്റ് സെൻസസ് വെച്ചിട്ട് ഭഗവത്ഗീതയെ അതിനെ വ്യാഖ്യാനിച്ചിട്ടൊന്നും നമുക്ക് ഈ മണ്ടൈൻ സ്കോളർഷിപ്പ് കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ നോക്കണ്ട എന്നാണ് പറയുന്നത്. സച്ച് എംപിറിക് ഫിലോസഫേഴ്സ് മേ അസ്യൂം very important roles in the material world, but they are not necessarily eligible for liberation. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും, എസ്പെഷ്യലി ഇൻ ദ ഏജ് ഓഫ് കലി. കലിയുഗത്തില് ശില പ്രഭാത് പറയുന്നത് every corner of the street you'll find a godman. Every corner of the street you'll find a godman. കലിയുഗത്തില് ഫാക്ടറിയാണ് ഭഗവാന്മാരെ നിർമ്മിക്കുന്ന ഫാക്ടറി. ഒരുപാട് ഭഗവാന്മാരെ കാണും, ഈശ്വരന്മാരെ. ഐ ആം ഗോഡ്, ഐ ആം ഗോഡ്, അങ്ങനെ ഗോഡ്സിന്റെ ഒരു കോമ്പറ്റീവ് മാർക്കറ്റിനെ കാണും. എല്ലാവരും ഐ ആം അവതാരം എന്ന് പറഞ്ഞു വരും അല്ലേ. അപ്പൊ അതിലൊന്നും പെടാതെ ബോണഫൈഡ് ആയിട്ടുള്ള ഗുരു, സാധു, ശാസ്ത്രം നമ്മൾ ഫോളോ ചെയ്യാൻ, അത് കിട്ടിയ തന്നെ നമുക്ക് വലിയ ഭാഗ്യമാണ്. മറ്റുള്ള ചതിയിലും ഒന്നും പെടാതെ ആ ബോണഫൈഡ് സമ്പ്രദായത്തിൽ വന്നു പെടുന്നത് നമ്മളുടെ സുഹൃതി അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണും. അതൊന്ന് നമ്മൾ ബച്ച് കെ രഹനായി അല്ലേ, നമ്മൾ സൂക്ഷിക്കണം. Such puffed up mundane scholars have to wait for the causeless mercy of the devotee of the Lord. അവരെ രക്ഷിക്കാൻ ഭക്തന്മാരായിട്ടുള്ള, അതായത് അനുകമ്പ ചൊരിയുന്ന ഭക്തന്മാരെന്നെ വരണം. ഭക്തന്മാരിലും പല വെറൈറ്റീസ് ഉണ്ടല്ലേ. ഇപ്പൊ പ്രഭുപാദയെ പോലുള്ള ഭക്തന്മാർ കാണിച്ചാൽ ദർ ആൾ വാട്ട് യു കോൾ കമ്പാഷൻ പേഴ്സണിഫൈഡ് ആണ്, കമ്പാഷനായിട്ടാണ്. എത്ര തന്നെ അവർക്ക് ബുദ്ധിമുട്ടിയാലും ശരി, അവരൊക്കെ മറ്റുള്ളവർക്ക് ഇത് എങ്ങനെയും പറഞ്ഞു കൊടുത്ത് അവരെ ഉദ്ധരിക്കുക എന്നുള്ള ആ ഒരേ ഒരു സെൽഫ്ലെസ് സർവീസാണ് അവർ ആഗ്രഹിക്കുന്നത്. One should therefore activate Krishna consciousness with faith and knowledge, and in this way attain perfection. And in this way attain perfection. അങ്ങനെ നമ്മൾ പെർഫെക്ഷൻ സ്റ്റേജിൽ എത്താൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യങ്ങളോ കമന്റ്സോ ഉണ്ടോ?
ഉം. അടുത്ത ടെക്സ്റ്റ് 10 അടുത്ത ക്ലാസ്സിൽ പോരെ? ഓൾമോസ്റ്റ് 12 o'clock പോരെ? ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇത് ഒന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ 10, പക്ഷെ മാർക്ക് ചെയ്താലും വരുന്നില്ല, അതാ പ്രശ്നം. നാളെ ശിവരാത്രിയാണ്. ഭഗവാൻ ശിവനോട് പ്രാർത്ഥിക്കുക കൃഷ്ണ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव की जय। श्रील प्रभुपाद की जय। गुरु महाराज की जय। गो प्रेमानंदे। हरि हरि बोल।